മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആദ്യമായിട്ടുള്ള ഒരു സിനിമ നമ്മുടെ ഈ ഒരു മലയാളം ഇപ്പോൾ അതൊരു ഭയങ്കര വ്യത്യാസമുള്ളൊരു സംഭവമായിരുന്നു. കിടിലായിരുന്നു, സൂപ്പർ പടമായിരുന്നു. അർജുൻ്റെ ഒക്കെ പെർഫോമൻസ് എല്ലാവരും സൂപ്പറായിരുന്നു, എല്ലാവരും സൂപ്പറായിരുന്നു. മൂവി നല്ലൊരു പടമായിരുന്നു, നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു. എല്ലാ സ്റ്റാർസും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അർജുൻ അശോകൻ മമ്മൂട്ടിയുടെ കൂടെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് അത് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു. അടിപൊളിയാണ് ബ്രോ, വേറെ ലെവലാണ് പടം. നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു ഇതില്ല ശരിക്കും. നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. അർജുൻ അശോകൻ ശരിക്കും ഒരു ലീഡ് റോളാണ്. പിന്നെ മമ്മൂട്ടി പറയണ്ടല്ലോ, അങ്ങനെയില്ല, അതൊരു വേറെ തീമാണ് ബ്രോ. പക്ഷെ അത് പുള്ളി വേറെ കലക്കിയിട്ടുണ്ട്. അത് ആ ഒരു ലെവല് വേറെയാണ്. പോസിറ്റീവാണ്. കാരണം നമ്മളവിടെ ആ ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ 20 മിനിറ്റ് നമ്മൾ പിടിച്ചിരുത്താണ്. സെക്കൻഡ് ഹാഫ് പറയണ്ട, നമ്മൾ കണ്ണ് ചിമ്മിയിട്ടില്ല. ശരി, അതെ, ഉണ്ട്. സിദ്ധാർത്ഥ് അടിപൊളിയാണ്. സിദ്ധാർത്ഥം വേറെ ലെവലായിരുന്നു. പക്ഷെ പുള്ളീനെക്കാട്ടിലും എനിക്ക് തോന്നിയത് അർജുൻ അശോകൻ ആ ത്രൂ ഔട്ട് ഉണ്ട്, ത്രൂ ഔട്ട് ജേണി ഉണ്ട്. പുള്ളി നൈസാണ്, കാണണം. ഓക്കെ, താങ്ക് യു. നല്ല പടം, അടിപൊളി പടം, കണ്ടു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ആണ്. എൻജോയ്മെൻറ്റിനെക്കാളും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കണ്ടു നോക്കാം. നമ്മളിപ്പോഴും ആ ഒരു എക്സ്പീരിയൻസിലാണ്. എല്ലാം അടിപൊളിയാണ്. ഫിലിം മേക്കിംഗ് നല്ല ഫിലിം മേക്കിംഗ് ആണ്. ഡയറക്ഷൻ അങ്ങനെ എടുത്ത് മാറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് അത് ഫുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് എങ്ങനെ എടുക്കണോ, എല്ലാ ഫ്രെയിമിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് 2 ഇതായിട്ട് മാറി മാറി ചെയ്യാൻ പറ്റും. അത് വേറെ എനിക്ക് തോന്നുന്നു അത് കളറാണെങ്കിൽ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നല്ല ചിലതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും എങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ. ആക്ടിങ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും അടിപൊളി പടമാണ്. സിനിമാറ്റോഗ്രഫി ആൻഡ് ആക്ടിംഗ് ഒന്നും രക്ഷയില്ല. മമ്മൂട്ടി സാറും എല്ലാവരും അടിപൊളിയാണ്. ഐ തിങ്ക് സിദ്ധാർത്ഥ് ഭരതൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചങ്ങായി കിട്ടിയിട്ടുള്ളത്. അടിപൊളി പടം, നല്ല എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. മൂവി നല്ലായിരുന്നു, വെരി ഗുഡ് എക്സ്പീരിയൻസ്. മ്യൂസിക് അടിപൊളിയായിരുന്നു, ആക്ടിങ് എല്ലാവരുടെയും നല്ലായിരുന്നു.